ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ഛൻ്റെ ഗെയിമറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് വന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഗൈസ്, ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമാണ്. ഗൈസ്, ഇത് നമ്മൾ പി സിക്കകത്തോ ലാപ്പിനകത്തോ പോലെ കളിക്കാനായിട്ട് വന്നു. പക്ഷേ നമ്മുടെ ഫോണിനകത്താണ് നമ്മളിന്ന് കളിക്കാനായിട്ട് വരുന്നത്. സാംസങ്ങിൻ്റെ ഓപ്പോയുടെ F19 പ്രോയിലാണ് ഇപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് വന്നത്. നല്ല ഇതിനകത്ത് എത്ര ഇത് കിട്ടുമെന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കണം. നമുക്ക് എന്തായാലും ഫ്രീ മോഡാണ് എന്തായാലും നമ്മളിപ്പോൾ എടുക്കുക. നമ്മൾ നേരത്തെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കളിക്കുകയാണ്. പക്ഷെ എന്തായാലും നമ്മളിത് ഫോണിലാണ് കളിക്കുന്നുണ്ടോ. ഓപ്പോയുടെ F19 Pro എന്ന് പറയുന്നൊരു ഫോണിലാണ് കളിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് നല്ല സ്മൂത്തിങ് ഒക്കെ എന്തായാലും നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാവരും ബസ് സിമുലേറ്റർ എല്ലാവരും കളിക്കാതെ ആരും അധികം ഇല്ല. എന്തായാലും നമ്മൾ പി സി ഒക്കെ എന്തായാലും നമ്മുടെ ടേബിളിൽ നിന്നൊന്ന് മാറ്റി എന്തായാലും വെച്ചിട്ടുണ്ട്. നമ്മുടെ പി സിയും ലാപ്പും നമ്മുടെ ഇടയ്ക്കൊക്കെ വേണ്ടടുത്ത് നമ്മളിപ്പോൾ ഒരു സൈഡിലൊരു ടേബിളുണ്ട്, അവിടോട്ട് കൊണ്ട് വെക്കുന്നതാണ്. എന്തായാലും നമ്മുടെ എന്തായാലും ബസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും നൈസായിട്ട്. ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ലൈക്ക് ചെയ്യണം. ഗൈസ്, എന്തായാലും നമ്മൾ നൈസായിട്ട് ഇങ്ങനെ വരിക. ലിഫ്റ്റ് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അതാണ് ഗൈസ്, നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ട്രെയിൻ പറ്റുമെങ്കിൽ ഇപ്പോൾ കാണാം. അതാണ്ട വന്നേക്കുന്നു ഗൈസ്. നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. ഇന്തോനേഷ്യയിലെ ട്രെയിൻ നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ ഈ ട്രെയിനിൻ്റെ കൂടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ട്രെയിനിൻ്റെ കൂടെ ഒരു പ്രാവശ്യം അങ്ങ് അറ്റത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ എന്തായാലും ഞാൻ പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം. പക്ഷെ എന്തായാലും നമ്മൾ നേരെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഫ്രീ മോഡാണ് എടുത്തിരിക്കുന്നത്. കേരള മാപ്പ് എടുത്തിട്ടില്ല. എന്തായാലും നമ്മൾ നൈസായിട്ട് വളച്ചെടുക്കുക. ഗൈസ്, ഇപ്പോൾ എന്തായാലും നല്ല മഴയുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ബസ് സിമുലേറ്റർ കളിക്കാത്ത ആരും ഇല്ല അധികം. എന്തായാലും ബസ് സിമുലേറ്റർ എന്ന് പറയുന്ന ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫാൻസ് ഉണ്ട്. ബസ് സിമുലേറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ ആർക്കും ഈ ഗെയിം അറിയാത്തതായിട്ടില്ല. ഗൈസ്, എല്ലാവർക്കും ബസ് സിമുലേറ്റർ എന്ന് പറയുന്നൊരു ഗെയിം അറിയാം. എല്ലാവരും കളിച്ചിട്ടും ഉണ്ടായിരിക്കും. ഗൈസ്, സെറ്റ് ഗെയിമാണ്, എല്ലാവരും കളിച്ചു നോക്കാം. ഗൈസ്, ഞാനിത് ആദ്യമായിട്ട് കളിക്കുന്നതൊന്നുമല്ല. എൻ്റെ ഇത് ഇഷ്ടം പോലെ നാൾ കൊണ്ട് കിടക്കുന്ന ഗെയിമാണ് ഗൈസ്. പിന്നെ എനിക്ക് നേരത്തെ HNV ഗെയിമർ എന്ന് പറയുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു, ചാനലുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ആ ചാനൽ എന്തായാലും നമ്മൾ കളയാൻ പറ്റിപ്പോയാണെങ്കിൽ എന്തായാലും നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഓപ്പോയുടെ F19 Pro മേടിച്ചായിരുന്നു. ആ ഫോണിലാണ് ഇപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് ഗൈസ്. നമ്മൾ പി സിയിലൊക്കെ അല്ല കളിക്കുന്നത്. സാധാരണ നമ്മൾ പി സിയിലൊക്കെ സെറ്റപ്പ് ആയിട്ട് ക്യാമറയൊക്കെ ഘടിപ്പിച്ച് വെച്ച് സെറ്റായിട്ടാണ് കളിക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ നാടൻ രീതിയിലാണ് ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ മഴ കൊണ്ട് നിൽക്കുന്നില്ല ഗൈസ്. നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്പൈഡർ ഹൊറർ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നൊരു ഗെയിം. നമ്മുടെ റീലോഡ് ആകുന്നുണ്ട് നമ്മുടെ മാപ്പ്. അതായത് സ്പൈഡർ ഹൊറർ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നൊരു ഗെയിം ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗെയിമിൽ ആദ്യം ആരും ലൈക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു വെക്കുക. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുന്നിൽ ബേബി നെലോ എന്ന് പറയുന്നൊരു ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെന്തായാലും നല്ല ലൈക്കൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും നമ്മൾ നൈസായിട്ട് വളച്ചെടുത്ത് അങ്ങോട്ട് പോകാനായിട്ട് പോകില്ല, നേരെയാണ് നമ്മൾ പോകുന്നത് ഗൈസ്. എന്തായാലും നല്ല മഴയത്ത് ഇങ്ങനെ ഓടിക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. നമ്മുടെ ബസ്സിന് ബെറ്റർ ഗൈസ്. നമ്മൾ അടുത്തൊരു ഗെയിം എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു കാർ റേസിങ്ങിൻ്റെ. അതിനകത്ത് പറഞ്ഞായിരുന്നു ഫോർസ എന്ന് പറയുന്നൊരു ഗെയിം ഉണ്ടെന്ന്, ഫോർസ ഹൊറൈസൺ 5 എന്ന് പറയുന്നൊരു ഗെയിം ഉണ്ടെന്ന് ഗൈസ്. ആ ഗെയിം കുറേ പേര് ചോദിച്ചായിരുന്നു, എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിച്ചായിരുന്നു ഗൈസ്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലെന്ന് ഗൈസ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, അത് ഗൂഗിളിൽ പോയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഗൈസ്. എൻ്റെ പ്ലേ സ്റ്റോറി എൻ്റെ ലാപ്പിനകത്താണ്, കമ്പ്യൂട്ടറിനകത്താണ് ഞാൻ എടുത്തത്. എൻ്റെ ഫോണിനകത്ത് ഇപ്പോൾ അതില്ല. അത് കളിച്ചാൽ എന്തായാലും ഞാൻ കമ്പ്യൂട്ടറിനകത്താണ് ഗൈസ്. എൻ്റെ കമ്പ്യൂട്ടറിനകത്താണ് ആ ഗെയിം കിടക്കുന്നത്. നമുക്ക് നൈസായിട്ട് വളച്ചെടുത്ത് ഗൈസ്. ഇവിടെ നമ്മുടെ വണ്ടി കുറവാണ് കേട്ടോ നമ്മുടെ റോഡിൽ. ഇന്തോനേഷ്യയിൽ ഗൈസ്, നമ്മുടെ കേരളം അല്ല ഗൈസ്, ഇന്തോനേഷ്യ ആണ്. അതുകൊണ്ട് പറന്ന് നമുക്ക് പോകാനായിട്ട് പറ്റും ഗൈസ്. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ കുറച്ച് നേരം ഞാൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ അവിടെ ബ്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ നൈസായിട്ട് വണ്ടി എടുത്ത് എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് വണ്ടി ഇങ്ങോട്ട് വളയ്ക്കാൻ നോക്കുമ്പോൾ അങ്ങോട്ടാണ് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് വളരെ കുറവാണ് കേട്ടോ. നമ്മൾ ഡീസലും കുറവാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഡീസൽ അടിക്കണം പോകുന്നത്. എന്തായാലും നമ്മുടെ ഗൈസ് നമ്മൾ അടുത്തെന്ന് പറയുന്നത് ഇതിനകത്ത് മൂഡ് എങ്ങനെയാണ് കയറ്റുന്നതെന്നുള്ള ഇതാണ് ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ ലാപ്പിനകത്ത് എൻ്റെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഉണ്ട്, പി സിക്കകത്തില്ല, ലാപ്പിനകത്ത്. അതിനകത്ത് നമ്മുടെ ഇന്തോനേഷ്യക്കാര് ഞാൻ കൊമ്പൻ എടുത്തായിരുന്നു. അത് ഞാൻ എടുത്തില്ലായിരുന്നു, നേരത്തെ എങ്ങാണ്ട് എടുത്തിട്ടതാണ്. ഇത് കൊമ്പനല്ല, ഇത് ഞാൻ ചുമ്മാ ഒന്ന് എടുത്തിട്ടതാണ്. ഓക്കെ, കൊമ്പനല്ല ഗൈസ്, ഇത് കൊമ്പൻ്റെ ചുമ്മാ സ്റ്റിക്കറൊന്നും ഞാൻ ചുമ്മാ അടിച്ചു വെച്ചതാണ്. വലിയ സീനില്ല.
ചുമ്മാ അടിച്ചു കിട്ടുന്നത്. PC-ക്കകത്ത് എൻ്റെ കർഷക ലാപ്പിനകത്ത് എൻ്റെ കറക്റ്റ് ഇതാണ് കിടക്കുന്നത്. എല്ലാവരും അതിൻ്റെ വീഡിയോ അടുത്ത് ഇടുന്നതാണ്. എല്ലാവരും അത് കാണുക. കുറേ പേർക്ക് മാപ്പൊന്നും എടുക്കാൻ അറിയത്തില്ല. ഇന്ത്യ കേരള മോഡൊന്നും എടുക്കാൻ അറിയത്തില്ല. നശിച്ച ഇടപാട് കേസ്. ഇവിടെ ടോൾ കൊടുക്കണം ഗൈസ്. നമുക്ക് എന്തായാലും ടോൾ കൊടുക്കണമല്ലോ. അല്ല നമ്മൾ നൈസായിട്ട് അങ്ങ് കയറുക. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല ഗൈസ്. ടോൾ ഗൈസ്. നമ്മുടെ കയ്യിൽ ഫാസ്റ്റാഗ് ഇല്ല ഗൈസ്. നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചിട്ടില്ല. ടോൾ കൊടുക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ പൈസയൊക്കെ അടച്ച് സെറ്റായിട്ട് പോവാണ്. എന്തായാലും നമ്മളെ ഫോണിനകത്താണ് നമ്മൾ എന്തായാലും കളിക്കാനായിട്ട്. നല്ല സ്മൂത്തിങ് ഉണ്ട്. 19 Pro ആണെന്ന് അറിയത്തില്ല, അത് ആയതുകൊണ്ട് അറിയത്തില്ല. അതായത് സാംസങ്ങിൻ്റെ സെറ്റിലൊക്കെ കളിക്കുമ്പോൾ അത്രയും ഇത് കിട്ടത്തില്ലായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ഈ PC-ക്കകത്ത് കളിക്കുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഗൈസ്. എന്താണ് അറിയത്തില്ല, ഫോണിൻ്റെയാണ്. നമ്മൾ PC-ക്കകത്താണ് ഒരു പ്രശ്നമില്ല ഗൈസ്. മെസ്സേജ് ഒന്നും വരത്തില്ലല്ലോ, ഫോണല്ലേ. ഫോണായതുകൊണ്ട് സീനാണ് ഗൈസ്. ഞാൻ പുതിയൊരു ഹെഡ്സെറ്റ് മേടിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹെഡ്സെറ്റ്, ഇങ്ങനെ ഒരു മൈക്കും ഇങ്ങനെയുള്ള ഒരു ഹെഡ്സെറ്റ് എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ഹെഡ്സെറ്റാണ് നമ്മുടെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വണ്ടി ഇവിടെ ഇട്ട് ഒതുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.